ഹലോ ഫ്രണ്ട്സ്, പൈതൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസി ആയി പഠിക്കാനുള്ള ട്യൂട്ടോറിയൽ സീരീസ് ആണിത്. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഒരു സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ നമുക്ക് പൈതൺ പ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ട് പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ബ്രൗസറിൽ ഗൂഗിൾ കൊളാബ് എന്ന് സെർച്ച് ചെയ്യാം. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ വെൽക്കം ടു കൊളാബറേറ്ററി എന്ന് പറഞ്ഞ് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിൽ പൊക്കത്തായിട്ട് സൈൻ ഇൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റും. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജാണ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ താഴെ ന്യൂ നോട്ട്ബുക്ക് എന്ന് എഴുതിയിരിക്കുന്നത് എടുക്കാം. നമുക്ക് ഇതുപോലൊരു പേജ് കിട്ടും. ഇവിടെ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ട്രയാങ്കിൾ കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം റൺ ആവും. കണ്ടോ, ഫാക്ടോറിയൽ ഓഫ് 7 = 5040 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോഡ് കൂടുതൽ ആഡ് ചെയ്യണമെങ്കിൽ ഈ പ്ലസ് കോഡ് എന്നുള്ളത് എടുത്താൽ മതി. അപ്പോൾ പുതിയ ലൈൻ കിട്ടും. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യാം, വീണ്ടും റൺ ചെയ്യാം. ഈ ട്യൂട്ടോറിയൽ സീരീസിൽ ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിൾ കൊളാബ് അല്ല, പകരം ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ആണ്. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ പൈതൺ വേണം. നമ്മൾ ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ജൂപ്പിറ്റർ നോട്ട്ബുക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലാണ് വരിക. ഇതിൽ റൈറ്റ് സൈഡിൽ ന്യൂ എടുക്കുക. ന്യൂവിൽ പൈതൺ 3 ആണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. നമുക്ക് എന്തൊരു കാര്യവും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പ്രിൻ്റ് എന്നുള്ളൊരു വാക്കാണ്. ഉദാഹരണത്തിന് പ്രിൻ്റ് ഐ ആം സോ ലേസി എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക? ഒന്ന് റൺ ചെയ്ത് നോക്കിക്കേ. ഐ ആം സോ ലേസി എന്ന് ഡിസ്പ്ലേ ചെയ്ത് വരും. I am so lazy. I like to watch TV. ഒന്ന് റൺ ചെയ്ത് നോക്കിക്കേ, അതുപോലെ തന്നെ ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി എനിക്ക് ഐ ആം സോ ലേസി എന്ന് എഴുതിയിട്ട് അതിന് താഴെ ഐ ലൈക്ക് ടു വാച്ച് TV എന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടതെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാം. പ്രിൻ്റ് ഐ ആം സോ ലേസി എന്ന ആദ്യത്തെ ലൈനായിട്ട് കൊടുത്തിട്ട് പ്രിൻ്റ് ഐ ലൈക്ക് ടു വാച്ച് TV. ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കി. ഐ ആം സോ ലേസി, ഐ ലൈക്ക് ടു വാച്ച് TV. ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിലും പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് താഴെയായിട്ട് കൊടുക്കാം. പക്ഷെ അങ്ങനെ കൊടുക്കുമ്പോൾ ഒരു പ്രശ്നം, നമുക്ക് ഒരു 20 ലൈൻ താഴെ പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രിൻ്റ് അങ്ങനെ 20 എണ്ണം കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പകരമായിട്ട് എളുപ്പത്തിൽ വേറൊരു മെത്തേഡിൽ ചെയ്യാം. ഞാൻ ഈ എഴുതിയിരിക്കുന്നതിൽ തന്നെ എഡിറ്റ് ചെയ്യാം. ഐ ആം സോ ലേസി കഴിഞ്ഞിട്ടാണല്ലോ പുതിയ ലൈനിലേക്ക് പോകേണ്ടത്. എവിടെയാണോ പുതിയ ലൈനിലേക്ക് പോകേണ്ടത് അവിടെ ഒരു /n ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് റൺ ചെയ്ത് കണ്ടോ, ഐ ആം സോ ലേസി, എൻ്റെ താഴെയാണ് ഐ ലൈക്ക് ടു വാച്ച് TV. ഇനി എനിക്ക് ഐ ലൈക്ക് കഴിഞ്ഞിട്ടും വീണ്ടും ഒരു പുതിയ ലൈനിലേക്ക് പോകണമെങ്കിൽ അവിടെ ഒരു /n കൊടുക്കാം. ഒന്ന് റൺ ചെയ്ത് കണ്ടോ, ഐ ആം സോ ലേസി, ഐ ലൈക്ക് കഴിഞ്ഞ് അടുത്ത ലൈനിലാണ് ടു വാച്ച് TV വന്നത്. പക്ഷേ ഈ 2-ന് ഫ്രണ്ടിലായിട്ട് ഒരു സ്പേസ്, ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ? അതിന് കാരണം ഇവിടെ 2-ൻ്റെയും /n-ൻ്റെയും ഇടയ്ക്ക് ഒരു സ്പേസ് കിടപ്പുണ്ട്. അതെടുത്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ശരിയായില്ലേ? ഇനി നമ്മൾ എഴുതിയ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിന് നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കുവാണ്. അതിനായിട്ട് എനിക്ക് ഹലോ എന്ന് ഡിസ്പ്ലേ ചെയ്യിക്കണം. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ എഴുതി വെക്കുകയാണ്, പ്രിൻ്റ് ഹലോ എന്ന് എഴുതുവാണെങ്കിൽ റൺ ചെയ്യുമ്പോൾ കാണിക്കുന്ന എററാണ് മിസ്സിങ് പാരാന്തസിസ്. എന്താണ് ഈ പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ? നമ്മളിടുന്ന ഈ 2 ബ്രാക്കറ്റുകളെയാണ് പാരാന്തസിസ് എന്ന് പറയുന്നത്. ആ പാരാന്തസിസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രിൻ്റ് സ്റ്റേറ്റ്മെൻറ്റുകൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്ത് നോക്കുവാണ്, അപ്പോഴും ഒരു എറർ കാണിക്കുന്നുണ്ട്, നെയിം ഹലോ ഈസ് നോട്ട് ഡിഫൈൻഡ്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പ്രിൻ്റിൽ എഴുതുമ്പോൾ അത് കോഡ്സിൽ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡബിൾ കോഡ്സ് ഉപയോഗിച്ചാണ് കൊടുത്തിരിക്കുന്നത് പ്രിൻ്റ് ഹലോ. കണ്ടോ, അപ്പോൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്തു. ഇനി അതിന് പകരം സിംഗിൾ കോഡ്സ് ഉപയോഗിച്ച് നോക്കാം. റൺ ചെയ്തു, അപ്പോഴും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പ്രിൻ്റ് ഹലോ എന്ന്. ഇനി നമ്മൾ പഠിക്കുന്നത് വേരിയബിൾസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ തന്നെ ഒരു ഹെഡിങ് കൊടുക്കാം. മാർക്ക് ഡൗൺ എന്ന് കണ്ടില്ലേ, അത് താഴോട്ടെടുത്താൽ ഹെഡിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്.
ഓക്കെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിങ് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ വേരിയബിൾസിന് ഹെഡിങ് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗമൊന്നും അല്ല കേട്ടോ, ഇത് വെറുതെ ഹെഡിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് a=3, x=7, y=8. ഏകദേശം അത് തന്നെയാണ് ഇവിടുത്തെ വേരിയബിൾ എന്ന് പറയാം. എങ്കിലും ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. a=8 എന്ന് എഴുതിയിട്ട് ഒന്ന് റൺ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും വന്നില്ല, പക്ഷെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇത്രയും നമ്മുടെ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള മെമ്മറിയാണെന്ന് വിചാരിച്ചോ. നമ്മുടെ പ്രോഗ്രാമിങ്ങിന് വേണ്ടി മെമ്മറി ആവശ്യമുണ്ട്, ഓരോരോ കാര്യങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മെമ്മറി ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വിചാരിച്ചു. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ a=8 എന്ന് എഴുതിയിട്ട് റൺ ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ എന്താണ് ചെയ്യുന്നത്, ഈ മെമ്മറിയിൽ നിന്നൊരു കുഞ്ഞു മെമ്മറി എടുത്തിട്ട് അതിന് a എന്ന് പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ മെമ്മറി ലൊക്കേഷൻ്റെ അകത്ത് ഈ 8 എന്നുള്ള വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ x=5 എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യുവാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഒരു കുഞ്ഞു മെമ്മറി ലൊക്കേഷൻ എടുത്തിട്ട് അതിന് x എന്ന് പേര് കൊടുത്തിട്ട് അതിനകത്ത് 5 സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് a ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഞാൻ പ്രിന്റ് a എന്ന് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, a എന്ന ലൊക്കേഷനകത്തുള്ള വാല്യൂ ഏതാണോ അതാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. അതേസമയം ഞാൻ പ്രിന്റ് കോഡ്സിലിട്ടിട്ട് a ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തായിരിക്കും വരിക, ഒന്ന് ആലോചിച്ച് നോക്കിയേ. കോഡ്സിലിട്ട് എന്ത് പ്രിന്റ് ചെയ്താലും അത് തന്നെയാണ് ഡിസ്പ്ലേ ചെയ്യുക. അതായത് a എന്ന് കൊടുത്താൽ a എന്ന് വരും, b എന്ന് കൊടുത്താൽ b എന്ന് വരും. ഇനി a എന്ന വേരിയബിളിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കോഡ്സ് ഇല്ലാതെ വേണം കൊടുക്കാനായിട്ട്. അപ്പോൾ പ്രിന്റ് ഇവിടെ x എന്ന് കൊടുക്കുകയാണെങ്കിൽ എത്രയായിരിക്കും വരുന്നത്, തന്നെ ആലോചിച്ച് 5 അല്ലേ വരിക. കാരണം എന്താണ്, നമ്മളിവിടെ x=5 എന്ന് കൊടുത്തിട്ടുണ്ട്. അതല്ല പ്രിന്റ് കോഡ്സിൽ നമ്മൾ x എന്ന് കൊടുക്കുകയാണെങ്കിൽ എന്താ വരിക, x എന്ന് തന്നെയാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്. ഇനി നമ്മൾ സാധാരണ മാത്സിൽ വേരിയബിൾസ് ഉപയോഗിക്കുമ്പോൾ ഒറ്റ ആൽഫബറ്റാണ് ഉപയോഗിക്കാറ്, a b c അങ്ങനെ. ഇവിടെ അങ്ങനെയൊന്നുമില്ല, നമുക്ക് വാക്കുകളെല്ലാം ഉപയോഗിക്കാം വേരിയബിൾസ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ നമ്പർ, ഒരു നമ്പർ ഇഷ്ടമുള്ളത് ഞാൻ കൊടുക്കുവാണ് 56. എന്നിട്ട് എന്ത് ചെയ്യാം, പ്രിന്റ് നമ്പർ എന്തായിരിക്കും പ്രിന്റ് ചെയ്ത് വരുന്നത്, 56. ഇനി ഞാൻ പ്രിന്റ് നമ്പർ +17 എന്ന് കൊടുക്കുവാണെങ്കിൽ എന്തായിരിക്കും വരിക, 56 + 17 അതായത് 73. ഇതുപോലെ നമുക്ക് ഏത് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ സ്റ്റാർ ആണ് ഇടുക, നമ്പർ *17. അപ്പോൾ എന്താ പറയുക, 56 * 17. നമുക്ക് ഡിവിഷൻ ആണെങ്കിൽ നമ്മൾ ഇതാണ് ഇടുക, ഈ സ്ലാഷ് ആണ് ഇടുക. കണ്ടോ, 56 / 17 ആണ് നമുക്ക് കിട്ടിയത്. നമ്മുടെ കീബോർഡിൽ 2 തരം സ്ലാഷ് ഉണ്ട്, ഒന്ന് ഇതും ഒന്ന് ഇതും. നമ്മൾ ഡിവിഷൻ ഏത് സ്ലാഷ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി ഞാൻ 2 വേരിയബിൾ എടുക്കുകയാണ്. നമ്പർ 1 = എനിക്കിഷ്ടമുള്ളൊരു വാല്യൂ 57. നമ്പർ 2 = 45. ഇഷ്ടമുള്ളത് കൊടുക്കാം. എനിക്ക് എന്ത് പ്രിന്റ് ചെയ്യണം, ഇത് രണ്ടിൻ്റെ സം പ്രിന്റ് ചെയ്യണം. ഇപ്പോൾ പ്രിന്റ് നമ്പർ 1 + നമ്പർ 2. കണ്ടോ, 102 ആണ് കിട്ടിയത്. അതേസമയം ഞാൻ എന്ത് ചെയ്യാണ്, ഇത് കോഡ്സിൽ എഴുതി കൊടുക്കുകയാണ്, പ്രിന്റ് നമ്പർ 1 + നമ്പർ 2. ഇനി റൺ ചെയ്താൽ എന്തായിരിക്കും വരുന്നതെന്ന് ആലോചിച്ച് നോക്കി. എന്താണ് വരിക, നമ്പർ 1 + നമ്പർ 2 എന്ന് തന്നെയാണ് ഡിസ്പ്ലേ ചെയ്ത് വരിക. എന്താണോ എഴുതിയിരിക്കുന്നത് അത് ഡിസ്പ്ലേ ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. നം 1ലേക്ക് 68 സ്റ്റോർ ചെയ്തു. ഇനി എനിക്ക് നം 1ൻ്റെ കൂടെ 10 ആഡ് ചെയ്തിട്ട് അത് നം 2ലേക്ക് സ്റ്റോർ ചെയ്യണം. ഞാൻ എങ്ങനെയാണ് എഴുതുക, നം 2 = നം 1 + 10. ഇനി നമുക്ക് നം 2 ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. കണ്ടോ, 68 + 10 78. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മാത്സിൽ നമ്മൾ a = b എന്ന് പറയുന്നതും b = a എന്ന് പറയുന്നതും സെയിം ആണ്, ഒരേ കാര്യം തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. അതായത് നം 2 = നം 1 + 10 എന്ന് പറയുന്നതിന് പകരം ഞാൻ എഴുതുവാണ് നം 1 + 10 = നം 2.
ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കിക്കേ. കണ്ടോ, എററാണ് കാണിക്കുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു സിമ്പിളിൻ്റെ മീനിങ്ങിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് വലത്ത് നിന്ന് ഇടത്തോട്ടാണ് നമ്മളിത് വായിക്കേണ്ടത്. a ഈക്വൽ ടു 2+3 എന്ന് എഴുതിയാൽ എന്താണ് അതിൻ്റെ അർത്ഥം? വലത്ത് വശത്തുള്ള 2+3യുടെ വാല്യൂ, അതായത് 5നെ ഇടത്ത് വശത്തുള്ള വേരിയബിൾ, അതായത് എയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ c ഈക്വൽ ടു a+b എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? a+b, വലത്ത് വശത്തുള്ള a+b ആഡ് ചെയ്തിട്ട് ആ വാല്യൂവിനെ ഇടത്ത് വശത്തുള്ള വേരിയബിളായ സിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് അത് വരുന്നത്, തിരിച്ചല്ല വരുന്നത്. മുകളിൽ ലെഫ്റ്റ് സൈഡിലെ പ്ലസ് സിമ്പൽ കണ്ടോ, ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് പുതിയ പുതിയ റോസ് കിട്ടും. അപ്പോൾ z ഈസ് ഈക്വൽ ടു 78, y ഈസ് ഈക്വൽ ടു 99, a ഈസ് ഈക്വൽ ടു 89. ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എനിക്ക് b എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം, എന്നിട്ട് b ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ b വേണം ലെഫ്റ്റിൽ എഴുതാൻ. b ഈക്വൽ ടു z പ്ലസ് y പ്ലസ് a, പ്രിന്റ് p. അടുത്ത വീഡിയോയിൽ നമ്മൾ പൈത്തണിലുള്ള ഡേറ്റ ടൈപ്സിനെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ റെക്കമെൻഡ് ചെയ്യണേ. സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.